നീ പാടാ, സിനിമയും കണ്ടിട്ട് പാടാ. നിന്റെ പെണ്ണിനോ അമ്മയുടെ വായിക്കണോ തരുമ്പത്തോ ഞാൻ കേൾക്കണം. എന്നെ എന്റെ മോനെയും എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോകുമ്പോ എന്റെ മോൻ കരഞ്ഞോണ്ട് പറയും, അച്ഛനെ കാണണം, അച്ഛനെ കാണണം, അച്ഛനെ കാണണം, അച്ഛനെ കാണണം. അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ രവിയണ്ണനെ കാണിച്ചു കൊടുക്കുവന്. നിങ്ങൾക്ക് നാണം ഉണ്ടാ തള്ളേ? സ്വന്തം കൊച്ചു തന്തേനെ കാണണമെന്ന് പറഞ്ഞ് കിടന്ന് കരയുമ്പോ അപ്പുറത്തെ വീട്ടിലെ രവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട്. ഈ രവിയണ്ണന് താടിയുണ്ട്, എനിക്ക് താടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചേ. ഇങ്ങനത്തെ ഒരു നാണമില്ലാത്തൊരു അമ്മേമോനും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളോട് മിണ്ടാനോട്ട് താല്പര്യമില്ല. കറണ്ട് വന്നേ. അന്ന് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട ബോംബിനേക്കാളും വലുതാ ഇപ്പൊ ഈ വീണയ്ക്കുന്ന ബോംബ്. ഇതിപ്പോ ഒന്ന് നിന്നേ. അയ്യോ എന്നെ തല്ലിക്കൊന്നേ. പ്രശ്നം ഉണ്ടാക്കിയത് അവര്, വീണത് ഞാൻ, കരയണത് അവര്. നാട്ടുകാരെ നിങ്ങളൊക്കെ വിചാരിക്കൂലേ ഞാൻ ഇവരെ ഇവിടെ ഇട്ട് കൊല്ലണേത്? ഇങ്ങനെ നിന്നെ ഞാൻ തൊലക്കി എന്റെ അടുത്ത് വന്നു. നിന്നെ ഞാൻ തൊലക്കും. നിങ്ങളുടെ മോനിൽ നിന്നോട് വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. നീ എന്റെ അടുത്ത് മിണ്ടണ്ട. ഞാൻ എന്നോട് നിങ്ങൾ വിടാതിക്കണ്ട. നീ മിണ്ടണ്ട, പോ. നീ മിണ്ടണ്ട. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? എന്തുവാടാ ഇത്? ഇത് കണ്ണ്. കണ്ണിനകത്തെന്താ? അത് കൃഷ്ണമണി. അല്ലാതെ ഉണ്ടപ്പൊരിയൊന്നുമല്ലല്ലോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടുപേരും ഇവിടെ നിൽക്കണത് നീ കണ്ടില്ലേ? ഓ അങ്ങനെ. ഇതെന്താ ഇത്? വാ. ആ വായെന്ന് തുറന്നേ. അതെന്താ അത്? നാക്ക്. അല്ലാതെ ആറ്റുവാള അല്ലല്ലോ. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വാ തുറന്ന് അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെ രണ്ടുപേരും ഇരിക്കുകയാണെന്ന്. ആരുടെ നീ? ഞാന് എൻ സുനിൽ. അയ്യോ, അതൊരു അസുഖം വരുമ്പോ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സാധനമില്ലേ? അത് ഇൻസുലിൻ. പിന്നെ ഇത് എൻ സുനിൽ എന്റെ പേരാണ്. അമ്മച്ചി ഞാനൊരു ബ്ലോഗറാണ്. ആര്? ബ്ലോഗർ. വന്നേ. എന്താ അമ്മേ? നമ്മളെ തെങ്ങയിലെ രാഘവന്റെ മോളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അതാ വർഷാപ്പിലെ ചെറുക്കനെ കൂടി ഒളിച്ചോടി പോയില്ലേ? തേങ്ങോട്ടാ നമ്മളെ കുട്ടപ്പന്റെ. അത് പെറ്റി കിടക്കണില്ലേ മോനെ? ഓ, കെട്ടിക്കാൻ പ്രായമുള്ള പെമ്പിളുടെ കല്യാണം മൊത്തവും കഴിഞ്ഞു. ഇവിടെ ഒരു സംഭവം ഇല്ല. മോ പോയിട്ട് വാ. അല്ല ഇതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറഞ്ഞേ? മോൻ ബ്രോക്കറാണെന്ന് പറഞ്ഞു. ബ്ലോഗറാന്നാ പറഞ്ഞത്. ആര്? ബ്ലോഗർ, ഈ ഫുഡ് ബ്ലോഗർ എന്ന് വെച്ചാ. അയ്യോ, ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ ഈ ബിസ്ക്കറ്റ് ഇത് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് വീതിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഇങ്ങനെ തരികയാണ്. മനസ്സിലായില്ലേ? ഇത് സോഷ്യൽ മീഡിയയിലെ സംഭവമാണ്. ഇത് ഞാൻ നാട്ടിലിറങ്ങി വീട്ടിലിറങ്ങിയൊക്കെ ഞാൻ ചെയ്യും. വൈറലാവണം. വൈറലായാൽ മാത്രമേ ഇതിന് കുറച്ച് സംഭവങ്ങളുള്ളൂ. ഇത് യൂട്യൂബിൽ വരുന്ന ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് നല്ല നല്ല ട്രെൻഡ് ആവും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലൈഫിന് ചെയ്യണം.